എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കേരള സ്പൈസി മിക്സ്ചറിന്റെ റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പി ആയിരുന്നു അത്. ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എൻ്റെ വീട്ടിലൊക്കെ മക്കൾക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പൊ ഇനി വീട്ടിലുണ്ടാക്കി എടുക്കാം. ഒരുപാട് പേര് വീട്ടിലുണ്ടാക്കാറുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ അടുത്ത് ചോദിച്ച കാരണം ഞാൻ റെസിപ്പി ഇട്ടെന്ന് മാത്രം. അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാം. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരായിട്ടൊന്ന് ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള സമയം ഈസി ആയിട്ടുള്ള കേരള സ്പൈസി മിക്സ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കേരള സ്പൈസി മിക്സർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ സേവ് ഉണ്ടാക്കാം. സേവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കാം. അതിലോട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ആ അരിപ്പയിലോട്ട് 2 ഗ്ലാസ് കടലമാവ് ഇട്ട് കൊടുക്കുകയാണേ. ചനാദാലിൻ്റെ പൊടിയാണത്. അതുപോലെ തന്നെ നൈസായിട്ടുള്ള റോസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മൾ പത്തിരിപ്പൊടിയില്ലേ, ഇടിയപ്പത്തിനോ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന നൈസായിട്ടുള്ള പൊടി 1 ഗ്ലാസ്. 2 ഗ്ലാസ് കടലമാവിന് 1 ഗ്ലാസ് അരിപ്പൊടി എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. എന്തിനാണെന്നറിയാം അരിപ്പൊടി ചേർക്കുന്നത്? അപ്പോൾ നമ്മുടെ സേവിനൊക്കെ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. അരിപ്പൊടി ഇല്ലാതെയും ഉണ്ടാക്കാം, ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നമ്മളെ മിക്സ്ചർ എന്ന് പറയുമ്പോൾ കുറച്ചൊരു കട്ടി ഉണ്ടായിരിക്കണം ആ സേവിന്. അതിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, ചെറിയ സ്പൂണിൽ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടിയുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ഉണ്ടാവും, പക്ഷെ അധികം എരിവ് ഉണ്ടാവില്ല. അവസാനം നമുക്ക് നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതിലേക്ക് ഞാൻ തൽക്കാലം കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല മുളക് പൊടി ചേർക്കാം, പക്ഷേ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണൊക്കെ ഉള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, ഞാനത് വീട്ടിൽ പൊടിച്ച കട്ടിക്കായമാണ്. കായത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ളു പഞ്ചസാര, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി അരിച്ച് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈവനായിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കാൻ പറയുന്നത്. അരിച്ചില്ലെങ്കിൽ കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്താലും മതിയാവും, പക്ഷേ അരിക്കാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്, നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുഴച്ച് നോക്കിയിട്ട് മുളക് പൊടി കുറവാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഒരുപാട് ഇടണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട്, സാധാരണ വെള്ളം കേട്ടോ, ചൂടുവെള്ളമൊന്നുമല്ല, വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ അവസാനം പറഞ്ഞുതരാം, ഞാൻ എത്ര ഉപയോഗിച്ചു എന്നുള്ള കാര്യം കേട്ടോ. ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് 1 ഗ്ലാസും 2 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. അതിപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഡിപ്പെൻസ് കേട്ടോ, നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന പൊടി അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന ഒരു മാവായിട്ട് കുഴച്ചാൽ മതി. തന്നെ നമ്മൾക്ക് കുഴക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് ഒട്ടി പിടിക്കും, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഏതിലാണ് നിങ്ങൾ വറക്കാൻ പോകുന്നത്? വെളിച്ചെണ്ണയിലാണ് നിങ്ങൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കണം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലാണെന്നുണ്ടെങ്കിൽ ആ ഓയിൽ ഒഴിക്കണം. 2 എണ്ണയും ഉപയോഗിക്കാൻ പാടില്ല. എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾ ഓയിലിൽ വറുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പതഞ്ഞ് വരും, മനസ്സിലായോ? അപ്പോൾ ഏത് എണ്ണയാണെങ്കിലും ഏതെങ്കിലും ഒരു എണ്ണ ഉപയോഗിക്കുക. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മതി കേട്ടോ. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അവസാനം മിക്സറൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പും മുളകൊക്കെ നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഇച്ചിരി ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് അങ്ങ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അത് കുഴച്ചെടുത്ത ഉടനെ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് നേരം എടുത്ത് വെക്കേണ്ട. ഇത് സേവ് ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ ബൂന്തി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ സാധാരണ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു പോർഷൻ മാറ്റി വെച്ചിട്ട് ബൂന്തി ഉണ്ടാക്കാറാണ് പതിവ്. പക്ഷേ അത് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സേവും ബൂന്തിയും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2-3 മിനിറ്റോളം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത പരുവം, അതാണ് കറക്റ്റ് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ അളവ് നോക്കുക. ഒരുപാട് വെള്ളം കൂടാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് കടലമാവോ അരിപ്പൊടിയോ ചേർത്ത് കൊടുത്താൽ മതിയാകും. കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പരുവം ഉണ്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇടിയപ്പത്തിൻ്റെ പ്രസ് എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ചെറിയ ചില്ലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നൈസായിട്ടുള്ള കുഞ്ഞ് ചെറിയ ഹോളുള്ള ചില്ലില്ലേ, അതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ആ മോൾഡിലോട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഇടിയപ്പത്തിൻ്റെ മോൾഡ് ഏതാണോ അത് ഉപയോഗിക്കാം. ചിലപ്പോൾ ഇതിനേക്കാളും കുറച്ച് വലിയ ഹോളുള്ള ചില്ലായിരിക്കും നിങ്ങളുടെ അടുത്തുള്ളത്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഉള്ളത് മാക്സിമം ചെറിയ ചില്ല് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് തൂക്കി കൊടുക്കാം. ഒരു കൈ വെച്ചിട്ടോ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് വറക്കാൻ പോകുന്നതുകൊണ്ട് ഓയിലാണ് ഇതിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഇതിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് കുറച്ച് മാവ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉപ്പൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉപ്പൊക്കെ കറക്റ്റായിരുന്നേ.
അപ്പോൾ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള മാവ് എപ്പോഴും അടച്ചു വെക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് ഡ്രൈ ആയിട്ട് മാറി. ഇനി നമുക്ക് ഒരു കടായി വയ്ക്കാം, അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ചെയ്യാം. ഈ ഓയിൽ ഒന്ന് മീഡിയം ചൂടാവട്ടെ, ഒരുപാട് ചൂടാവാൻ പാടില്ല. കാരണം സേവൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇടുന്ന വശം തന്നെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും, ഒരുപാട് ചൂടുണ്ടെങ്കിൽ ഓയിലിന്. അപ്പോൾ അതുകൊണ്ട് മീഡിയം ചൂടായിരിക്കുന്ന ഓയിലിലോട്ട് വേണം നമുക്ക് സേവ് അങ്ങ് പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണയിലോട്ട് പതുക്കെ ചുറ്റിയിട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് നിറയ്ക്കണ്ട, കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചുറ്റിയിട്ട് കൊടുക്കാം. അപ്പം നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, മിക്സ്ചറാണ്. കാരണം മിക്സ്ചർ എന്തായാലും നമ്മളിതിങ്ങനെ പൊട്ടിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് അങ്ങ് നൂല് പോലെ വന്നില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല മിക്സ്ചർ ആയതുകൊണ്ട്. അപ്പോൾ മറ്റേ നമ്മുടെ പക്കാവട ചെയ്യുന്ന പോലെ ടെൻഷൻ്റെ ഒരു ആവശ്യമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് മിക്സ്ചർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇത് പെട്ടെന്ന് തന്നെ സേവ് റെഡിയാവും, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ സേവ് കൂടുതൽ ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഒരു കൈപ്രസം വരും. പിന്നെ നമ്മൾ പച്ചമാവ് കഴിക്കുമ്പോൾ ഒരു കൈപ്രസം ഉണ്ടാവും കേട്ടോ, അത് ഇതിൻ്റെ ഭാഗമാണ്. ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം കൈപ്രസം ഉണ്ടാവാൻ പാടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതങ്ങ് കോരിയെടുക്കണം. പിന്നെ പുറത്ത് വെക്കുമ്പോഴും നന്നായിട്ട് ക്രിസ്പി ആയിക്കോളും. അപ്പോൾ നമുക്കിതങ്ങ് കോരി മാറ്റി ഒരു കിച്ചൺ ടിഷ്യൂലോട്ടോ അല്ലെങ്കിൽ ഒരു അരിപ്പയിലോട്ടോ മാറ്റാം. വേണ്ട, നല്ല ക്രിസ്പിയായി സൗണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാവ് ഒരുപാട് ടൈറ്റ് ആവാൻ പാടില്ല. ടൈറ്റായി കഴിഞ്ഞാൽ നമുക്കിത് പ്രസ് ചെയ്ത് ഇടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ സോഫ്റ്റ് ആയിരിക്കണം. പിന്നെ പൊട്ടിപ്പോയി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മൾ മിക്സ്ചർ ഉണ്ടാക്കുമ്പോൾ വലിയ സേവ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൈകൊണ്ട് ചെറുതായിട്ട് പൊട്ടിച്ചെടുത്തിട്ട് ഇടേണ്ടതാണ്. അതുകൊണ്ട് അതൊരു ഇഷ്യൂ ഉള്ള കാര്യമല്ല കേട്ടോ. സേവിന് ഒരുപാട് കട്ടി വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയുടെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ. അതായത് 1:1 എന്നുള്ള രീതിയിൽ 1.5 ഗ്ലാസ് കടലമാവ് 1.5 ഗ്ലാസ് അരിപ്പൊടി ഇട്ടാൽ മതി. അപ്പോൾ കുറച്ചും കൂടെ കട്ടി ഉണ്ടാവും സേവിന്. പക്ഷേ ഇവിടെ അതായത് ഇങ്ങനെ വായിൽ വയ്ക്കുമ്പോൾ ഇങ്ങനെ കടിക്കും അലിഞ്ഞു പോകുന്ന സേവാണ് ഇവിടെ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടിയുടെ അളവ് കുറച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ 2-3 പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് ടൈറ്റ് ആവാൻ തുടങ്ങും കേട്ടോ. പ്രസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ വീണ്ടും ഞാൻ ആദ്യം ചെയ്ത പോലെ തന്നെ ഉള്ളിലും അച്ചിലൊക്കെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അവസാനത്തെ ബാച്ചും കോരി കേട്ടോ സേവ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള ബൂന്തി റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ഗ്ലാസ് കടലമാവും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മുളക് പൊടിയും അതുപോലെ തന്നെ കായവും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാശ്മീരി മുളക് പൊടി തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അവസാനം നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്പം കായത്തിൻ്റെ പൊടി, അതായത് ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാകും. 1/4 ടീസ്പൂൺ വേണമെന്നില്ല, കുറച്ച് അതിനേക്കാളും കുറച്ച് കുറവ്. ഒരല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ളു പഞ്ചസാര. നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ എത്ര വെള്ളം ചേർത്തു എന്ന് അവസാനം പറഞ്ഞുതരാം. സാധാരണ വെള്ളമാണ് ഒഴിക്കുന്നത്. ഒട്ടും തന്നെ കട്ടയുണ്ടാവാതിരിക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കണേ. ആ എണ്ണ ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതിൽ കരിഞ്ഞ നമ്മുടെ സേവിൻ്റെ കുറച്ച് അംശങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലോട്ട്. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കുക, കറക്റ്റാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്ന 3/4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്തോളൂ. എണ്ണ ചൂടായിട്ടുണ്ട്. മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് നമുക്ക് ആദ്യത്തെ ബാച്ച് ബൂന്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു തവി, ചെറിയ ഹോളുള്ള തവിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതാണുള്ളത് അത് ഉപയോഗിച്ചോളൂ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ചായിട്ട് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം. പതുക്കെ ഒരുപാട് ഹൈറ്റ് മേലേക്ക് വെക്കേണ്ട, പതുക്കെ തന്നെ വീണോളൂ. അത് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇച്ചിരി ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മിക്സറല്ല, മിക്സറിൽ പല ഷേപ്പുകളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റാണ് വെള്ളത്തിൻ്റെ അളവ്. അതായത് 3/4 ഗ്ലാസ് എൻ്റെ ഈ ഒരു മാവിൻ്റെ ഇതിനനുസരിച്ച് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും സ്ട്രെയിനൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്തോണ്ടിരിക്കുക, തന്നെ വീണുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കും അല്ലാത്ത രീതിയിൽ നമ്മൾ ഒഴിക്കുമ്പോൾ അതിലോട്ടങ്ങ് വീഴണം. അതേസമയം ഒരുപാട് ലൂസായിട്ട് വീഴണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ശരിയാക്കി എടുക്കാം. അതേസമയം അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർത്തിട്ട് അത് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് മാവ് നമുക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിലതിൻ്റെ ഷേപ്പൊക്കെ നീളത്തിലേക്ക് ആവുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതായത് ഹൈറ്റ് കൂടുന്തോറും ഹൈറ്റ് ഇങ്ങനെ മേലോട്ട് വെക്കുമ്പോൾ നമ്മളുടെ ഈ ഇതിൽ ബൂന്തിയുടെ ആ ഷേപ്പ് മാറും. താഴേക്ക് വെക്കുമ്പോഴാണ് വട്ടത്തിൽ വരിക കേട്ടോ. അപ്പോൾ ഇത് മതി, ഇത് അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റിയതിന് ശേഷം അടുത്ത ബാച്ച് റെഡിയാക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു അരിപ്പയാണ് എടുക്കുന്നത് ബൂന്തി കോരി മാറ്റാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം പെട്ടെന്ന് തന്നെ റെഡിയാവും. 1 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ഇത് അങ്ങ് ഫ്രൈ ആയി കിട്ടും. ഒരുപാട് ഫ്രൈ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും, കരിഞ്ഞു പോകും. അപ്പോൾ എന്ത് പറ്റും, കൈപ്രസം വരും. നല്ല കറക്റ്റ് പാകമാണത്. സൗണ്ട് കേട്ടോ.
അപ്പോൾ നമുക്കിങ്ങനെ കോരി ഒരു അരിപ്പയിലോട്ടോ അല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂലോട്ടോ മാറ്റാം. ഈ അരിപ്പയിൽ എടുക്കുമ്പോൾ എല്ലാം കൂടി നമുക്ക് കോരി എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു അരിപ്പ് ഉപയോഗിക്കുന്നത് കേട്ടോ, കോരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചെറിയ വേറെ അരിപ്പ് ഉപയോഗിക്കുമ്പോൾ അതിലത്തെ ഹോളിൽ കൂടെ ഈ ബൂന്തിയൊക്കെ വീണ്ടും താഴോട്ട് എണ്ണയിലോട്ട് തന്നെ പോകും. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബൂന്തി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ബൂന്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ കുറച്ച് കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് പൊട്ടുകടല, ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി. നിങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സേവ് ഉണ്ടാക്കുന്നതിനേക്കാൾ മുൻപ് തന്നെ കറിവേപ്പില ഒന്ന് വറുത്ത് കോരിക്കോളൂ. അപ്പോൾ ആ എണ്ണയിൽ കറിവേപ്പിലയുടെ നല്ല ഫ്ലേവർ ഉണ്ടാവും. ഞാനത് മറന്നു പോയതാണ് കേട്ടോ, ഞാൻ സാധാരണ രീതിയിൽ അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് അധികം കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പൊട്ടുകടല ഉണ്ടെങ്കിൽ പൊട്ടുകടല ഇടാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പൊട്ടുകടല എന്ന് പറഞ്ഞാൽ നമ്മൾ കറുത്ത കടലയില്ലേ, നമ്മൾ വറുത്തരച്ച കടലക്കറിയൊക്കെ വയ്ക്കുന്ന, നമ്മൾ പുട്ടിൻ്റെ കൂടെ കഴിക്കുന്ന കടലയുടെ ഇതാണ് പൊട്ടുകടല എന്ന് പറയുന്നത്. അതേസമയം ചെന്നാദാൽ എന്ന് പറയുന്നത് വെള്ളക്കടലയുടെ പരിപ്പാണ്. അപ്പോൾ പൊട്ടുകടല ഉണ്ടെങ്കിൽ പൊട്ടുകടല ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചെന്നാദാൽ ഇട്ടാലും മതി. പിന്നെ സേവിൻ്റെ തന്നെ നമ്മൾ കൊക്കുവട ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ വേണമെങ്കിൽ ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ, ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ. ഞാൻ പക്ഷേ സേവും ബൂന്തി മാത്രമേ ആ ഷേപ്പിൽ എടുക്കുന്നുള്ളൂ കേട്ടോ, ഒരുപാട് ഷേപ്പുകളൊന്നും ഞാൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ചിലവർ ഇതിലേക്ക് ചിലപ്പോൾ നമ്മൾ മിക്സ്ചർ വാങ്ങിക്കുന്ന സമയത്ത് ഇതിൽ അവൽ കാണാറുണ്ട്. അപ്പോൾ അവൽ വേണമെങ്കിൽ കുറച്ച് 2-3 ടേബിൾ സ്പൂൺ അവലും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പക്ഷേ അവലൊന്നും ഉപയോഗിക്കുന്നില്ല. ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് 2-3 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ് കേട്ടോ, അതിൻ്റെ വാസന നല്ലതാണ്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഈ വെളുത്തുള്ളി നമ്മളെടുത്ത് മാറ്റും. പക്ഷേ ഈ വാസന അതിൽ കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും നമ്മുടെ മിക്സ്ചറിന്. തൊലിയോട് കൂടി ഇട്ടോളൂ കേട്ടോ, അല്ലെങ്കിൽ ഈ കറിവേപ്പില ഫ്രൈ ചെയ്യുന്നതും ഈ വെളുത്തുള്ളി ഫ്രൈ ചെയ്യുന്നതും ആദ്യം തന്നെ ചെയ്തോളും. അപ്പോൾ പിന്നെ എല്ലാത്തിലേക്കും നല്ല വാസന വന്നോളും. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈ പൊട്ടുകടലയാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ റോസ്റ്റഡ് ഗ്രാം സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നത്. ഞാനിവിടെ ടേസ്റ്റി ഫുഡ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെയാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പൊട്ടുകടല ഇല്ലെങ്കിൽ സാധാരണ ചെന്നദാൽ ഉപയോഗിച്ചാലും മതി. ഇത് 2-3 ഞാനത് കൂടുതൽ എടുക്കാറുണ്ട് പൊട്ടുകടല. ഒരു 3 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു ഗോൾഡ് കളർ വരുന്ന സമയത്ത് നമുക്കതങ്ങ് കോരി മാറ്റി വയ്ക്കും. ഒരുപാട് കരിക്കാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ അത് വറുത്ത് കോരി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് കപ്പലണ്ടി. തൊലിയോട് കൂടിയുള്ള കപ്പലണ്ടിയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. വറുത്ത കപ്പലണ്ടി ഉപയോഗിക്കാം, വറുക്കാത്ത കപ്പലണ്ടി ഉപയോഗിക്കാം. വറുക്കാത്ത കപ്പലണ്ടിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ചിലർക്ക് നല്ലോണം കപ്പലണ്ടി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അത് ഇതേപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം കോരി മാറ്റി വയ്ക്കും. അപ്പോൾ അതൊരു 2-3 മിനിറ്റോളം ഫ്രൈ ചെയ്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കോരി മാറ്റി അതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കും. ഇപ്പോൾ കഴിച്ച് നോക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ടുണ്ടാവും കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് അല്പം കായത്തിൻ്റെ പൊടി, ഒരു അല്പം ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി. കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പരിപാടികളൊന്നും ചെയ്യണ്ട, കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ കഴിക്കുമ്പോൾ അഡൽസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്പൈസി ആവാം. ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടിരിക്കുന്ന കാരണം ഇതെല്ലാം കളറായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ അധികം എരിവില്ല. അപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അവസാനമാണ് നമ്മൾ ഇതിലേക്കുള്ള മുളക് പൊടി ചേർക്കാം. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുക അവസാനം ചേർക്കുമ്പോൾ ഈ പച്ചമണം ഉണ്ടാവുമോ? ഇല്ല, കാരണം ചൂടോട് കൂടിയിട്ടുള്ള ബൂന്തിയിലോട്ടൊക്കെയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്, അതുകൊണ്ട് പച്ചമണം ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. നിങ്ങൾക്ക് മേശപ്പുറത്തൊരു പാർച്ച്മെൻറ്റ് പേപ്പറൊക്കെ വിരിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ വലിയ പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് 2 ബാച്ചായിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആദ്യം തന്നെ നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് എരിവുള്ള മുളക് പൊടി. ഞാൻ പറഞ്ഞ ഓപ്ഷനിലാണ്, നിർബന്ധങ്ങളൊന്നുമില്ല. അത് ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ഒക്കെ വരും. കായത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ, അല്പം കൂടി ഉപ്പ്. എല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ സേവ് ഇങ്ങനെ തന്നെ ഞാൻ ചെറുതായി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഞാൻ കൂടുതൽ ഉണ്ടാക്കി വെച്ചതാണ്, കാരണം ഇവിടെ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ മിക്സ്ചർ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം ഉണ്ടാക്കുക. നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഉണ്ടാക്കണതിൻ്റെ പകുതി എടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അണ്ടിപ്പരിപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്ത് ചേർക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ അവലും. വെളുത്തുള്ളിയൊക്കെ എടുത്ത് കളയാം. വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ ഇതിലേക്ക് വന്നാൽ മതി, പക്ഷേ വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവരെ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ സിമ്പിളാണ്, ഒരു മാവ് തന്നെയാണ് നമ്മളിതിന് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് ഞാൻ 2 പ്രാവശ്യമായിട്ട് കാണിച്ചു തന്നു മാത്രം, അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഞാനെൻ്റെ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മിക്സറൊന്നും ഒന്നുമല്ല മക്കളെ, നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കൂ. ഞാനിത് ചൂടാറിയതിന് ശേഷം ഭരണിയിലിട്ട് വെക്കുകയാണ്. ഭരണിയെന്ന് വെച്ചാൽ കുപ്പിയിലിട്ട് വെക്കാം. മാക്സിമം
ഉടയുന്ന കുപ്പിയിൽ, അതായത് ഗ്ലാസിൻ്റെ ബോട്ടിൽ ഇട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക് നിവൃത്തിയില്ലെങ്കിൽ മാത്രം പ്ലാസ്റ്റിക് ബോട്ടിൽ ഇട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം എന്നോട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവേത് മറ്റുള്ളവരിലേക്ക് എത്തിക്കൂ, ഷെയർ ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഈ സമയത്ത് ഇത് എന്തിനാ ഇതൊക്കെ ഓൺ ചെയ്തിട്ടേക്കണത്? എന്തോരം നഷ്ടമാണ്. കറണ്ട് അല്ലേ, വെറുതെ ഈ വെള്ളം അങ്ങ് പോകുമ്പോൾ കറണ്ട് വേണ്ട ഇതിനൊക്കെ. വെള്ളത്തിന് മോളിൽ കയറി പോയിട്ട് താഴെ വരാൻ വെള്ളം ഫ്രീ ആയിട്ട് പോവോ? വെറുതെ മോളിൽ കയറി. ഇടിവെട്ടുണ്ട്. ഞാൻ പറഞ്ഞ അവിടെ വെള്ളത്തിൽ കാലിട്ടിരുന്നാ മതി, അപ്പൊ ഇടി വെക്കുകയാണെങ്കിൽ ബെസ്റ്റ്. അപ്പൊ തന്നെ ഇടലോടെ കൂടി പൊക്കോട്ടെ. എന്തൊക്കെ ഐഡിയാസാ പറഞ്ഞിരുന്നേ നോക്കി. നിന്റെ ചോദ്യോത്തരൊക്കെ കഴിഞ്ഞ? ചോദ്യോത്തരങ്ങളാ? എനിക്ക് ഇരിക്കുക സമാധാനിച്ചു. എനിക്ക് ഈ സാധനം ഇട്ട് നടന്നിട്ട് എന്തോ തലവേന. മാസ്ക് ഇട്ട് ഇതാണ് ഇരിക്കുന്ന സ്ഥലം. ഞാൻ എവിടേക്ക് ഇറങ്ങി പോണേ? പിന്നെ അവിടെ ഇരിക്കണത് എന്ത്? അവിടെ പോയിരുന്നു. ഇങ്ങോട്ട് വാടച്ചക്ക. നമ്മുടെ നാട്ടില് മീനുണ്ട്. എനിക്ക് കൂടെ വേണം മനുഷ്യ.